ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ നെല്ലിക്ക അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ 15 നെല്ലിക്ക, വലുതും ചെറുതുമായിട്ടുള്ള നെല്ലിക്കയാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്കൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ്. ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നെല്ലിക്ക ഇവിടെ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. തിളച്ച് നെല്ലിക്ക കുക്കായിട്ടുണ്ട്. കണ്ടോ, കുക്കായി വരുമ്പോൾ ഇത് കുരു വിട്ട് വരും. നെല്ലിക്ക അങ്ങ് സോഫ്റ്റ് ആകും, കുരു വിട്ട് വരും. ഇതുപോലെ ഉണ്ടാകും. ഇത് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. നമുക്ക് ഇവിടെ തണുത്തിട്ടുണ്ട് നെല്ലിക്ക. ഇതുപോലെ കൈകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഈ കുരു അങ്ങ് മാറ്റിയെടുക്കാനേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ കുരു മാറ്റിയെടുക്കാം. കുരു മാറ്റാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റീലിൻ്റെ കത്തിയോ ഒരു സ്പൂണോ കൊണ്ട് ഇതിൻ്റെ കുരു ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. ഇതിൽ ഇരുമ്പിൻ്റെ കത്തി കൊണ്ട് നെല്ലിക്ക കട്ട് ചെയ്യില്ല എന്ന് പറയും. നെല്ലിക്കയ്ക്ക് കയ്പ്പ് കൂടും എന്നൊക്കെ അതിനെന്തോ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ നെല്ലിക്ക ഇരുമ്പിൻ്റെ കത്തി കൊണ്ട് കട്ട് ചെയ്യാറില്ല. നെല്ലിക്ക അങ്ങനെ കറുത്തൊക്കെ വരും കട്ട് ചെയ്യുമ്പോൾ. സ്റ്റീലിൻ്റെ കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അച്ചാർ ഉണ്ടാക്കാനായി തുടങ്ങാം. അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഒരു 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു ഉണ്ട വെളുത്തുള്ളി ഇല്ലേ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും നീളത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടങ്ങ് നല്ലതുപോലെ അങ്ങ് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളക് കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാൻ 4 മുളകാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകൊക്കെ എടുത്തു കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ. അച്ചാറൊക്കെ കേടാകാതിരിക്കാൻ നല്ലെണ്ണയാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ നല്ലെണ്ണ എടുത്തിട്ടുള്ളത്. ഇത് കട്ടക്കായമാണ്, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചേർത്ത് കൊടുത്താലും മതി. ഇത് കട്ടയായതുകൊണ്ട് ഞാൻ ഈ ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ള. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതിൻ്റെ ഒരു പച്ചമണം പോകുവോളം നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടെ ഇട്ട് ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെല്ലിക്ക വേവിച്ച വെള്ളമാണ്, ഉപ്പ് വെള്ളമാണ്. നെല്ലിക്ക വേവിച്ച ഉപ്പ് വെള്ളം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ നെല്ലിക്കയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഗ്രേവി വേണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഗ്രേവി ആവശ്യമുള്ളവരാണെങ്കിൽ കുറച്ച് വെള്ളം, നെല്ലിക്കയുടെ വെള്ളം തന്നെ മാത്രമാണ് ഞാനിതിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇത് ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് നിങ്ങൾ നോക്കി ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കുക. നല്ലതുപോലെ അങ്ങ് തിളച്ച് ചാറൊന്ന് വറ്റി വരണം. തിളച്ചൊന്ന് കുറുകി വരണം ചാറ്.
ഇതിലേക്ക് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. തെറിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കായപ്പൊടിയാണെങ്കിൽ പൊടിയാണ് കായത്തിൻ്റെ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഈ സമയത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം നല്ലതുപോലെ അങ്ങ് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നെല്ലിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. താങ്ക് യു.